നായരീഴവ ഐക്യം അതൊരു പുതുമയുള്ള കാര്യമല്ല. കാരണം കേരളത്തിൽ ഇതിനു മുൻപ് പലതവണ കാണുകയും അതിൻ്റെ തുടർച്ചയായി അതിൻ്റെ ശൈഥില്യവും അതിൻ്റെ കലഹവുമെല്ലാം കണ്ടതാണ് നമ്മളുടെ നാട്. അത് പുനരാവിഷ്കരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു സാമൂഹ്യ ചലനം ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. മാത്രമല്ല, ഈ ഹിന്ദു സമൂഹത്തിൽ തന്നെ മഹാഭൂരിപക്ഷം വരുന്ന പാർശ്വവൽക്കൃതരായിട്ടുള്ള സംവരണീയരായിട്ടുള്ള വിഭാഗങ്ങൾക്ക് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഐക്യം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ പുരോഗതി ഉണ്ടാവും അല്ലെങ്കിൽ പ്രയോജനം ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കേരളീയ സമൂഹത്തിൽ ഒരു സാമൂഹിക ചലനത്തിന് ഇടവരുത്തത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അതാണ്. അല്ല, എല്ലാ ഘട്ടങ്ങളിലും ഇത് രൂപപ്പെട്ടത് പ്രത്യേക സാഹചര്യങ്ങളിലാണ്. അതുകൊണ്ട് ഇപ്പോൾ ആസന്നമായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സമ്മർദ്ദം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൽ പുതുമയൊന്നും ഞങ്ങൾ കാണുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, സാമൂഹിക രംഗത്ത് വലിയ ചലനങ്ങളൊന്നും ഈ ഐക്യപ്രഖ്യാപനം ഉണ്ടാക്കാൻ പോകുന്നില്ല. അല്ല, അതൊക്കെ ഇനിയും വരട്ടെ. നമുക്കിപ്പോൾ ഇതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ആലപ്പുഴയിൽ നടന്ന യോഗത്തിന് ശേഷം ചർച്ചയ്ക്കും മറ്റും നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. അതിൻ്റെ ഒരു പരിണാമം വരുന്നതേ ഉള്ളൂ. മറ്റ് സംഘടനകളായിട്ടൊക്കെ ചർച്ച നടത്തും എന്നുള്ളതാണ്. മറ്റെല്ലാ സംഘടനകളായിട്ട് അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മഹാഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ ഇപ്പോൾ നായാടി മുതൽ നസ്രാണി വരെയായിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വിഭാഗങ്ങളിലെ സാധാരണ മനുഷ്യർക്ക് ഒരു ഗുണം ഉണ്ടാകുന്ന ഒരു ഐക്യമല്ല നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അല്ല, അതല്ല, KPMS എന്നുള്ളതല്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈഴവ സമുദായത്തിനിടയിൽ തന്നെ ഈ ഐക്യത്തെ കൺവിൻസ് ചെയ്യാൻ അതിൻ്റെ നേതൃത്വത്തിന് കഴിയില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഇതിനു മുൻപ് 2019 നമ്മുടെ 103 ഭരണഘടനാ ഭേദഗതിയിലൂടെ കേന്ദ്ര ഗവൺമെൻറ് മുന്നോക്ക സംവരണം നിയമം കൊണ്ടുവരുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ കേരളത്തിൽ ദേവസ്വം ബോർഡിൽ മുന്നോക്ക സംവരണം നടപ്പിലാക്കി. അന്ന് SNDP അതിനെ വളരെ ശക്തമായി എതിർത്തു. ആ ഘട്ടത്തിൽ വലിയ കലഹം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. NSS ഈ ബന്ധം ഇതിനു മുൻപ് അവസാനിപ്പിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകും. ക്രീമി ലെയറുമായി ബന്ധപ്പെട്ട് മേൽത്തട്ട് പരിധി ഉയർത്തിയപ്പോഴാണ് ഡയറക്ട് ബോഡി യോഗം വിളിച്ചു ചേർത്ത് നായരീഴവ ഐക്യം അവസാനിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് ആ ഘട്ടത്തിലാണ്. ഇപ്പോൾ മുന്നോക്ക സംവരണത്തിനെതിരെ വ്യവഹാരത്തിലേർപ്പെട്ട സംഘടനയാണ് SNDP യോഗം. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട് പിന്നോക്ക വിഭാഗങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജാതി സെൻസസ് പോലെയുള്ള കാര്യങ്ങളാണ്. NSS അതിനെ ശക്തമായി എതിർക്കുകയാണ്. ഇപ്പോൾ ജാതി സെൻസസ് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചപ്പോൾ ദശവാർഷിക ജനസംഖ്യാ കണക്കെടുപ്പിനോടൊപ്പം തന്നെ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ കൂടി ശേഖരിക്കും എന്ന് പറഞ്ഞപ്പോൾ NSS കേന്ദ്രത്തിന് മുൻപാകെ പരാതി ഫയൽ ചെയ്ത് പരിഹാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നൊരു സംഘടനയാണ്. അപ്പോൾ ഈ ഇപ്പോഴത്തെ ഐക്യപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് NSSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ പറഞ്ഞത്, നായരീഴവ ഐക്യത്തിന് വിഘാതമായി വർത്തിച്ചിട്ടുള്ളത് സംവരണ വിഷയങ്ങളാണ്, നിലവിൽ ആ സാഹചര്യമില്ല എന്നാണ് പറഞ്ഞത്. ഇതിന് മറുപടി പറയേണ്ടുന്നത് SNDPയുടെ നേതൃത്വമാണ്. അതുകൊണ്ട് ഈ ഐക്യത്തെ, ഇപ്പോൾ ഈ ഐക്യപ്രഖ്യാപനത്തെ തുറന്നു കാണിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അതാണ് ഇപ്പോൾ ഈ മാധ്യമങ്ങളോട് ഞങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ ഇതൊരു അസംബന്ധമായിട്ടേ ഞങ്ങൾ കരുതുന്നുള്ളൂ. കേരളത്തിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള സാമൂഹ്യ രംഗത്തുണ്ടായിട്ടുള്ള ഒരു അസംബന്ധമായിട്ടാണ് ഞങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത്. നേരത്തെ ഈ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള പേര് തന്നെ, അതിന്റെ ശ്രേണി തന്നെ വിമർശിക്കപ്പെട്ടിരുന്നു. ആ പേര് പറയുന്നത് തന്നെ അത് ജാതീയമായ ചിന്തകൾ വെക്കുന്ന ഒരു ക്രമീകരണമാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുന്നത്, ഇപ്പോഴും ആ ക്രമീകരണത്തിൽ മാറ്റമില്ല. അല്ല, നമ്മൾ ഇതിനു മുൻപ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള മുദ്രാവാക്യം കേൾക്കുന്നത് 949 അന്ന് മഹാനായ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ഒക്കെ ചേർന്ന് ഈ കോട്ടയം തന്നെ വേദിയായിട്ടുള്ള ഹിന്ദു മഹാമണ്ഡലം എന്ന് പറയുന്ന ഒരു വിശാല കാഴ്ചപ്പാടിൽ ഉണ്ടാക്കിയ ഒരു 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 സംഘടനയുടെ മുദ്രാവാക്യമായിരുന്നു. പക്ഷേ അന്ന് പ്രധാനമായും ഒരു ജാതിരഹിത ഹിന്ദു സമൂഹം എന്ന നിലയിലാണ് ആ ആശയത്തെ ഉയർത്തിക്കൊണ്ടുവന്നത്. പക്ഷെ അതുമായി
ആ പേര് വീണ്ടും കേരളീയ സമൂഹത്തിൽ ഉച്ചരിക്കുമ്പോൾ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഈ ഒരു ശ്രേണീകൃതമായ സാമൂഹിക വ്യവസ്ഥിതിയെ താലോലിക്കുന്ന ആളുകളുമായി ഇങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് സ്ഥായിയായി നിലനിൽക്കുന്ന ഒരു ബന്ധമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ഒരു അസംബന്ധം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് വേറൊരു രാഷ്ട്രീയമായിട്ട് ഒരു വിമർശനമായിട്ട് വരുന്നത്, ഈ SNDP യോഗം ഇന്നലെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് NDAയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന BDJSന്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണോ ഈ രണ്ട് സമുദായ നേതാക്കന്മാർ ഇങ്ങനെയൊരു? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു പരിണാമം നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ ഭാഗം എന്ന് പറയുമ്പോൾ SNDP യോഗത്തിൻ്റെ ഭാരവാഹിത്വം കൂടി വഹിക്കുന്ന ആളാണ്. അവരുടെ ഉദ്ദേശശുദ്ധി, ഈ ഐക്യ ചർച്ചയുടെ തുടർ കാര്യങ്ങൾ, ഇതൊക്കെ വിലയിരുത്തിയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മാവേലിക്കര മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നുണ്ട്. അല്ല, ഇല്ല, ഇതൊന്നും ഞാനിതിന് മുൻപ് തന്നെ എൻ്റെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു പ്രവർത്തന മേഖല ഇപ്പോൾ സാമൂഹ്യമായി സംഘടന നയിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ പല ഘട്ടങ്ങളിലും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒരു കാര്യം കൂടി, അതായത് സണ്ണിയൻ കബിക്കാട് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വരുന്നു. അദ്ദേഹം അത് UDFൽ നിന്ന് കൃത്യമായ ഓഫർ വന്നാൽ അത് സ്വീകരിക്കുന്നതാണ് രാഷ്ട്രീയ ശരിയെന്ന് വിശ്വസിക്കുന്നു പറയുകയും ചെയ്തു. നേരത്തെ ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ ശക്തമായ നിലപാടെടുത്ത ആളാണ് അദ്ദേഹം. അത് പ്രകടന പത്രികയിൽ ഉൾപ്പെടെ വിശ്വാസ സംരക്ഷണം ഉണ്ടാകുമെന്ന് UDF പറയുകയും ചെയ്തിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ തീരുമാനത്തെ താങ്കൾ കാണുന്നത്? അല്ല, അതിപ്പോൾ നമ്മൾ പല അഭ്യൂഹങ്ങളും വരുന്നുണ്ടല്ലോ. ഈ മുന്നണിയുടെ സ്ഥാനാർത്ഥി ചർച്ചയിലേക്ക് കടന്നിട്ടില്ല. ഇപ്പോൾ പല അഭ്യൂഹങ്ങളും വരുന്നുണ്ട്. മത്സരിക്കുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ, നടക്കട്ടെ. ബാക്കി മണ്ഡലങ്ങളിലടക്കം ഒരു KPMS പ്രാതിനിധ്യം മുമ്പ് പല തെരഞ്ഞെടുപ്പുകളിലുള്ള ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ബൈജു കലാശാല അടക്കമുള്ള ആളുകൾ സംഘടനകൾ ഭാരമായിരിക്കുന്നതാണ് തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുകയും ചെയ്തത്. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ടോ? അല്ല, നമ്മളിപ്പോൾ പറയാറായിട്ടില്ല. ഒന്ന്, ഞങ്ങളുടെ സമ്മേളനങ്ങൾ നടക്കുകയാണ്. സ്റ്റേറ്റ് സമ്മേളനം മാർച്ച് 2ാം വാരത്തിൽ എറണാകുളത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സമയം വരുന്നതേ ഉള്ളൂ.